മങ്കടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ മഞ്ഞളാംകുഴിയേലി അദ്ദേഹത്തിൻ്റെ പ്രചരണ തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വ്യത്യസ്തമാർന്ന പ്രചരണ പരിപാടികളാണല്ലോ അല്ലേ? ഈ ഇലക്ഷൻ ഡേറ്റ് വളരെ പെട്ടെന്ന് വന്നതുകൊണ്ട് എല്ലാ ആൾക്കാരും നേരിട്ട് പോയി കാണാൻ പറ്റില്ല. ഇവരൊക്കെ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അവരൊന്നും പൊതുയോഗത്തിന് വരില്ല, അല്ലെങ്കിൽ വല്ല പാർട്ടി പരിപാടികൾക്കൊന്നും വരില്ല. അപ്പോൾ അവരൊക്കെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ച് ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ തന്നെ വരാൻ വേണ്ടി പറഞ്ഞത്. എല്ലാവരും വന്നിട്ടുണ്ട്, വളരെ ഹാപ്പിയാണ്. ഒരു സംശയവുമില്ല, നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു വിജയം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ ചുരുക്കത്തിൽ ചോദിക്കാം, ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വന്നത്. ഒന്ന്, SDP അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് കാണുന്നത് മങ്കട മണ്ഡലത്തിൽ? SDPI എപ്പോഴും CPMൻ്റെ കൂടെയല്ലേ? എല്ലാ പ്രാവശ്യം CPMൻ്റെ കൂടെയാണല്ലോ. ഞങ്ങൾക്കൊന്നും സഹകരിക്കാറില്ലല്ലോ അവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. മങ്കട മണ്ഡലത്തിൽ ഒരു സ്വാധീനം അത് ഉണ്ടാക്കില്ല. അത് അവർക്ക് അവരുടേതായ വോട്ടുകളുണ്ട്, അത് സംശയമില്ല. അത് അവർ പക്ഷേ അത് അവർ എന്താണ്, ആരുടെ കൂടെയാണ്, എങ്ങോട്ടാണെന്ന് ഇതുവരെ ഡിക്ലെയർ ചെയ്തില്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ പാർട്ടിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കുന്നത്ത് മുഹമ്മദ് പ്രചരണം തുടങ്ങിയത്. കുന്നത്ത് മുഹമ്മദ് അങ്ങയുടെ പേര് പറഞ്ഞിട്ടാണ് മുഴുവൻ വിമർശനം നടത്തുന്നത്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് BJP വോട്ടുകൾ അങ്ങ് പർച്ചേസ് ചെയ്തു എന്ന തരത്തിലാണ്. എന്താ BJP വിൽപ്പനയ്ക്ക് നിൽക്കുക? അതൊക്കെ വെറുതെ ചീപ്പായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. മുഹമ്മദ് എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ്, സുഹൃത്താണ്, പറയട്ടെ. ഇതൊന്നും മത്സരത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാരണവശാലും ഇവിടെ ഈ കൂടിയ ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത്, നമ്മളല്ലല്ലോ. ആരാണ് ജയിക്കുന്നത്, ആരാണ് തോക്കുന്നത് തീരുമാനിക്കാനുള്ള കഴിവുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർ പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് പോകുന്നതല്ല. അവർക്ക് അത്രയധികം എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെ ഈ നാടിന് ഞാൻ ചെയ്തു എന്ന് അവർക്കറിയാം, എന്തൊക്കെ ഇനി ബാക്കിയുണ്ട് അത് ചെയ്തു കൊടുക്കുന്ന വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെൻ്റെ കൂടെ തന്നെ. എല്ലാ തവണയും രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് വോട്ടുകൾ അങ്ങേക്ക് കിട്ടാറുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷ. ഒരു സംശയമില്ലല്ലോ, രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ധാരാളം വോട്ടുകൾ എനിക്ക് കിട്ടാറുണ്ട്. അത് ഇപ്രാവശ്യം ഉണ്ടാവുന്നതിന് എൻ്റെ പ്രതീക്ഷ. ഭൂരിപക്ഷത്തിൽ എങ്ങനെ വ്യത്യാസം കാണുന്നു? അത് ഞാൻ ഇപ്പോൾ പറയില്ല, ഞാൻ ഇലക്ഷൻ കഴിയട്ടെ. ജനങ്ങളല്ലേ, ഇവരല്ല തീരുമാനിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഭൂരിപക്ഷം പറയാം, പറയില്ല. വിജയം ഉറപ്പാണെന്നോ? അങ്ങനെയാണ് ഇവരൊക്കെ പറയുന്നത്, വിജയം ഉറപ്പാണ്. ഒരാൾ എന്നോട് പ്രയാസമായിട്ടൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എല്ലാവരും നല്ല വോട്ടിന് ജയിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടേതല്ലേ. ലീഗിൽ നിന്നൊരു വോട്ടും കുന്നത്ത് മുഹമ്മദിന് പോവില്ല. എങ്ങനെ മുസ്ലിം ലീഗിൽ നിന്ന് എങ്ങനെ പോവാം? അതിൻ്റെ സാദിഖ് അലി ഷിഹാദ് തങ്ങൾ ഒരാളെ പേര് പറഞ്ഞാൽ അതിനി എത്ര ഇതാണെങ്കിലും ശരി, അവർക്ക് തന്നെ ആയിരിക്കും ലീഗിൻ്റെ വോട്ട് പോകും. അല്ലാതെ ഒരാൾക്കും ഒരു വോട്ട് പോകില്ല. അഥവാ പോയിട്ടുണ്ടെങ്കിൽ അവർ ലീഗുകാരല്ല. CPMൻ്റെ വോട്ട് അങ്ങേക്ക് കിട്ടും എല്ലാ തവണയും കിട്ടുന്ന പോലെ? നോ കമൻറ്റ്സ്. എന്താണെങ്കിലും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും അദ്ദേഹം വിജയം അത്തരത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അതേ മാജിക് ഇത്തവണയും തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷ അർപ്പിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.